കൂട്ടുകാരെ, നമുക്കിന്നൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കരിവേപ്പില. അതും കൂടെ കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് ഉപ്പും കൂടി കൂട്ടണം കേട്ടോ. അതിൻ്റെ അകത്തേക്ക് കൂട്ടി ഇളക്കി നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അത് നമുക്ക് അടച്ച അടുപ്പത്ത് വെക്കാം. അതൊരു 6 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് അരപ്പായിട്ട് ചേർക്കാൻ ഒരു സവോള അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് മുളക്. ഇത്രയും കൂടെ കൂട്ടി ഒന്ന് കറക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളും പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളുമാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച സവോളയും പിന്നെ ഒരു തക്കാളി, ഒരു കുഞ്ഞി തക്കാളി, പിന്നെ ഒരു അല്ലി കറിവേപ്പില, പിന്നെ മസാലകൾ: 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂണ് മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു കുറച്ച് ഗരം മസാല. അതിനുവേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം ഇട്ട് അതിൻ്റെ അകത്ത് വഴട്ടാം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. സവോള കുറച്ച് വഴണ്ടതിന് ശേഷം ആ കൂടെ നമുക്ക് മറ്റേ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ആ എടുത്തു വെച്ച മസാലകളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെച്ച മസാലയെല്ലാം നമ്മൾ ആ വേവിച്ച് വെച്ച എല്ലിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ വേവിച്ച് വെച്ച ഇറച്ചിയിലേക്ക് കപ്പ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഇനി കുറച്ച് ആവി കയറ്റണം. ആവി കയറ്റാനായിട്ട് നമുക്കതിപ്പോൾ അടുപ്പത്ത് വെക്കാം. നമ്മൾ വേവിച്ച് വെച്ച കഷ്ണമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക, അഭിപ്രായം പറയുക. താങ്ക് യു.